ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ MMB പരീക്ഷയുടെ പരിശീലനം നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് മുതൽ നമ്മളൊരു ക്വിക്ക് റിവിഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ റിവിഷൻ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പൊ എല്ലാ ക്ലാസ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. ഓക്കെ, നമ്മൾ റിവിഷൻ സീരീസ് ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഓൺ ടൈം തന്നെ എല്ലാവരും ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മാർക്കിംഗ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മാർക്കിംഗ് ടൂൾസ്, ഡിഫറെന്റ് മെഷറിംഗ് ടൂൾസ് ലൈക്ക് വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, ടെലിസ്കോപ്പിക് ഗേജ്, ബോർ ഡയൽ ഗേജ്, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ, സ്ട്രെയിറ്റ് എഡ്ജ്, ഫീലർ ഗേജ്, ത്രെഡ് പിച്ച് ഗേജ്, വാക്വം ഗേജ് ആൻഡ് ടയർ പ്രഷർ ഗേജ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷനിൽ കിടക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡീറ്റെയിൽഡ് വേർഷൻസിലേക്ക് പോകുന്നില്ല. അതിന് പകരം ക്വസ്റ്റ്യൻ ആൻഡ് അതിന്റെ സൊല്യൂഷൻ, അതിനനുബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സ് മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എനിവേ നമുക്ക് അധികം സമയം കളയാനില്ല. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് മാർക്കിംഗ് ടൂൾസ് ഇൻ എ വർക്ക്ഷോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു സിലബസിലെ ബാക്കി പോർഷൻസ് നമ്മൾ ഇന്നും നാളെയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നാളെ രാവിലത്തോടുകൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് സേഫ്റ്റി, അതുപോലെ തന്നെ മെഷറിംഗ് ടൂൾസ്, ബേസിക് ഫിറ്റിംഗ്, ഇത്രയും പോർഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് മാർക്കിംഗ് ടൂൾസ് ഇൻ എ വർക്ക്ഷോപ്പ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ടു ക്രിയേറ്റ് അബ്സ്ട്രാക്ട് ആർട്ട് വർക്ക്, ടു മേക്ക് സർഫേസസ് സ്ലിപ്പറി, to identify materials, components and measurements, to generate loud noises. നമുക്കറിയാം ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷകളൊക്കെ താരതമ്യേന വളരെ എളുപ്പമുള്ള പരീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും വളരെ ബേസിക് ലെവൽ തന്നെ വരുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിക്കാതെ കൃത്യമായി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർത്തിരിക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് മാർക്കിംഗ് ടൂൾസ് ഇൻ എ വർക്ക്ഷോപ്പ് എന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും ആൻസർ? മാർക്കിംഗ് ഒന്നും ചിന്തിക്കാനില്ല അല്ലെ. ടു ഐഡന്റിഫൈ മെറ്റീരിയൽസ്, കമ്പോണൻസ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ളതാണ് ആൻസർ. കാരണം ഇതൊന്നും നമ്മുടെ എന്താവുന്നില്ല, ആൻസറുമായിട്ട് മാച്ച് ആവില്ല. അപ്പൊ എന്തൊക്കെയാണ് ബേസിക്കലി ഒരു മാർക്കിംഗ് ടൂൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തത്? പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് മാർക്കിംഗ് ടൂൾസ് ഇൻ എ വർക്ക്ഷോപ്പ് ഈസ് ടു ഐഡന്റിഫൈ മെറ്റീരിയൽ ഐഡന്റിഫൈ മാർക്ക് ചെയ്യാം, കമ്പോണൻസ് ആൻഡ് മെഷർമെന്റ്. മാർക്കിംഗ് ടൂൾസ് ആർ യൂസ്ഡ് ടു മേക്ക് ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് മാർക്സ് ഓൺ സർഫേസസ്. ഓക്കെ, ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് മാർക്ക് ഓൺ സർഫേസസ്. പിന്നെ ദീസ് ആർ മൈസ് ടു എൻഷുർ പ്രിസിഷൻ, ആക്യുറസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കൂടെ പറഞ്ഞു പോവാം. ഓക്കെ, അങ്ങനെ വലിയൊരു ഡിഫിക്കൽറ്റി ഉള്ള ഒരു ഏരിയ അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഈ ക്വസ്റ്റ്യനിൽ വെച്ചിരിക്കേണ്ട. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് മാർക്കിംഗ് ടൂൾ ഈസ് കോമൺലി യൂസ്ഡ് ടു ക്രിയേറ്റ് സ്ട്രെയിറ്റ് ആൻഡ് ആക്യുറേറ്റ് ലൈൻസ് ഓൺ എ സർഫേസ്? ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൂളർ, പെയിന്റ് ബ്രഷ്, ഹാമർ, റെഞ്ച്. ഓക്കെ, അപ്പൊ ഇതൊന്നും നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. റൂളർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം എന്താണ് റൂളർ? മെയിൻലി നമുക്ക് ഒരു ഇതാണ് നമ്മൾ റൂളർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സിംപ്ലി ഒരു സ്ട്രെയിറ്റ് ആൻഡ് ആക്യുറേറ്റ് ലൈൻസ് നമ്മൾ സർഫേസിൽ ക്രിയേറ്റ് ചെയ്യാനാണ് റൂളേഴ്സ് യൂസ് ചെയ്യുക. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. സ്റ്റീൽ റൂൾ. ഓക്കെ, സ്റ്റീൽ റൂൾ. അപ്പൊ സ്റ്റീൽ റൂളിനെ കുറിച്ച് ബേസിക്കലി വരുന്ന ക്വസ്റ്റ്യൻസ് വന്നത് മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽ നോർമലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. പിന്നീട് വരുന്നത് ഇതിന്റെ ആക്യുറസി ആണ് 0.5 mm ആണ്. ഓക്കെ, 0.5 mm ആണ് ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മാർക്കിംഗ് ടൂൾ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ സ്മോൾ ഇന്റൻഷൻ ഓർ സെന്റർ മാർക്ക് ഓൺ എ മെറ്റീരിയൽ? അപ്പൊ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സെന്റർ മാർക്ക് എന്ന് ഒരു വേർഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തിലേക്ക് പോണ്ട, വേറെ ഒരു ഓപ്ഷനിലേക്കും പോണ്ട. സെന്റർ പഞ്ച് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെന്റർ മാർക്ക്. നമ്മൾ സാധാരണഗതിയിൽ ഡ്രില്ലൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് പഞ്ച് ചെയ്യും. ഈ പഞ്ചിങ് പൊസിഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രില്ലിന്റെ പോയിന്റ് ഹോൾഡ് ചെയ്യുക അല്ലെ. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, ആ ഡ്രില്ല് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഗൈഡൻസ് കിട്ടില്ല, അല്ലെങ്കിൽ പ്രോപ്പർ മാർക്കിംഗ് നിർബന്ധമാണ്. അപ്പൊ സെന്റർ മാർക്ക് ഏത് പഞ്ച് വെച്ച് യൂസ് ചെയ്യും? സെന്റർ പഞ്ച് വെച്ച് യൂസ് ചെയ്യും. നമുക്ക് പ്രധാനമായിട്ടും 2 പഞ്ചുകളാണ് പഠിക്കാനുള്ളൂ. ഒന്ന് ക്വിക്ക് പഞ്ചും രണ്ടാമത്തേത് സെന്റർ പഞ്ച്. സെന്റർ പഞ്ച് 90 ഡിഗ്രി ആണ്. ക്ലിക്ക് പഞ്ച് 2 ഡിഗ്രി അറിയപ്പെടുന്നു. ഒന്ന് 30 ഡിഗ്രി ക്ലിക്ക് പഞ്ചുകളും
60° prick പഞ്ചുകളും 60° prick പഞ്ചുകൾ വിറ്റ്നസ് മാർക്കിന് വേണ്ടിയും 30° പഞ്ചുകൾ നോർമലി നമ്മുടെ ഡിവൈഡേഴ്സിന്റെ ഒക്കെ സെന്റർ ഒക്കെ വെക്കാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക്കലി ഇവിടെ അറിയാവുന്നുള്ളൂ. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ സ്ഥിരമായിട്ട് ഫ്രീക്വന്റ്ലി വരുന്ന ഏരിയ ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സ്ക്രൈബിംഗ് ടൂളിന്റെ വർക്ക്ഷോപ്പ് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: മിക്സിംഗ് പെയിന്റ്സ്, മെഷറിംഗ് ടെമ്പറേച്ചർ, ക്രിയേറ്റിംഗ് പഞ്ച് മാർക്ക്, മാർക്കിംഗ് ആക്യുറേറ്റ് ലൈൻസ് ഓൺ സർഫേസ്. ഓക്കെ, വേറെ ഒന്നും, 3 ഓപ്ഷൻസ് യാതൊരു ബന്ധമില്ലാത്ത ഓപ്ഷൻസ് ആണ്. കാരണം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ആൻസറിലേക്ക് പോവാം. മാർക്കിംഗ് ആക്യുറേറ്റ് ലൈൻസ് ഓൺ സർഫേസസ്. അപ്പൊ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. കാരണം ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് സ്ക്രൈബിംഗ് ടൂളിൽ. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് തന്ന് ബോത്ത് എ ആൻഡ് ബി ഒക്കെ തരാൻ സാധ്യത കൂടുതലാണ്. കാരണം പർപ്പസ് ഓഫ് സ്ക്രൈബിംഗ് ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് മാർക്ക് ആക്യുറേറ്റ് ലൈൻസ് ആണ്. അപ്പൊ ഇതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, മാർക്ക് ആക്യുറേറ്റ് ലൈൻസ്. പിന്നീട് എന്തൊക്കെ യൂസ് ചെയ്യാം? ക്രിയേറ്റ് പ്രിസൈസ് ലൈൻസ് ഫോർ ലേ ഔട്ട്. ഓക്കെ, മെഷറിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ എന്തിനു യൂസ് ചെയ്യാം? ട്രാൻസ്ഫറിംഗ് മെഷർ, അതായത് മാർക്കിംഗ് ഔട്ട് ഷേപ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്കൊരു മെഷർമെന്റ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ട്രാൻസ്ഫറിംഗ് മെഷർമെന്റ്സ്, ഇത് ഒരുപാട് സ്ഥലത്ത് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ, ട്രാൻസ്ഫറിംഗ് മെഷർമെന്റ്സ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which tool is used to create more detailed and permanent marking on materials like metals and plastics? ഓക്കെ, അപ്പൊ പെർമനന്റ് മാർക്കിങ്സ്, ഇപ്പൊ ചോക്ക്, സ്റ്റെൻസിൽ, എൻഗ്രേവിംഗ് ടൂൾ, ചിസൽ എന്ന് പറയുമ്പോൾ ലൈക്ക് മെറ്റൽസ് ആൻഡ് പ്ലാസ്റ്റിക്സ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മോർ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എൻഗ്രേവിംഗ് ടൂൾ ആണ്. ഇപ്പൊ നമ്മൾ പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഈ പാത്രക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൂൾ അവിടെ കാണാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട്. കാരണം നമുക്ക് ഇപ്പൊ ഒരു ഐഡന്റിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ, മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പൊ ഇതൊരു വൈബ്രേറ്റർ പോലത്തെ സംഭവമാണ്. ഇതാണ് എൻഗ്രേവിംഗ് ടൂൾ എന്ന് പറയും. നോർമലി പാർട്ടുകളിൽ നെയിം, ഇപ്പൊ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തൊക്കെ എല്ലാ പാർട്ടിനും എന്തുണ്ട്? ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. സപ്പോസ് ഒരു ആർട്ട് നമ്പർ ആവാം, ഒരു പ്രൊഡക്റ്റ് നമ്പർ ഉണ്ടാവും. അപ്പൊ ഈ നമ്പർ ഇപ്പൊ 110 എന്ന് പറയുന്ന നമ്പറാണ്. 110 എന്ന് നമ്മൾ എന്ത് ചെയ്യും? എൻഗ്രേവ് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു പാർട്ട് ഇന്ന കോഡാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ ഇതൊരു ഓക്കെ ഏതാണെങ്കിലും സംഭവം കാസ്റ്റിംഗ് ആണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് എൻഗ്രേവ് ചെയ്യാം. കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൊജക്ഷൻസ് ആണ്. ഇവിടെ എന്താണ്? എൻഗ്രേവ് ചെയ്ത് ഒരു പെർമനന്റ് മാർക്കിംഗ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, പെർമനന്റ് മാർക്കിംഗ്, എൻഗ്രേവിംഗ് ടൂൾ. വലിയ ഡൗട്ട് ഒന്നും ഇല്ലാത്ത ഏരിയ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മാർക്കിംഗ് ടൂൾ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ വുഡ് വർക്കിംഗ്? ഓക്കെ, യൂസ്ഡ് ഇൻ വുഡ് വർക്കിംഗ് ടു മാർക്ക് ലൈൻസ് പാരലൽ ടു ആൻ എഡ്ജ്. അപ്പം വുഡ് വർക്കിംഗ് ഇവിടുന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വുഡ് വർക്കിംഗ് ഇത് ഏതാണ്? ടി സ്ക്വയർ അല്ല, വെർനിയർ സ്കെയിൽ അല്ല, റൊട്ടാറ്റർ അല്ല, ലേഔട്ട് സ്ക്വയർ ആണ്. ലേഔട്ട് സ്ക്വയർ ആണ്. ഓക്കെ, next question: what is the primary purpose of surface gauge in a workshop? What is the primary purpose? Primary purpose. ഓക്കെ, ഇപ്പൊ സർഫേസ് ഗേജ് അറിയാം. ഇതിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. സ്ക്രൈബർ ആണ്, സ്നെഗ് ആണ്, സ്പിൻഡിൽ നെറ്റ് ആണ്, ബേസ് ആണ്, എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ വളരെ ബേസിക് ലെവലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. പ്രൈമറി പർപ്പസ് എന്താണ്? ഒന്ന് മെഷറിംഗ് ഇന്റേണൽ ഡയമീറ്റേഴ്സ് ആണോ? അല്ല. മെഷറിംഗ് ആംഗിൾസ് ആണോ? അല്ല. ഹോൾഡിംഗ് വർക്ക് പീസ് സെക്യൂർലി ആണോ? അല്ല. മാർക്കിംഗ് ഔട്ട്ലൈൻസ് ആൻഡ് സർഫേസസ്. ഓക്കെ, മാർക്കിംഗ് ഔട്ട്ലൈൻസ് ആൻഡ് സർഫേസസ് എന്നുള്ളതാണ് സർഫേസ് ഗേജിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which measurement type is not typically taken using a vernier caliper? വെർനിയർ കാലിപ്പർ വെച്ച് നമ്മൾ ചെയ്യാത്ത കാര്യം ഇതിൽ എന്താണ്? ഇൻസൈഡ് ഡയമീറ്റർ അളക്കാലോ, ഔട്ട്സൈഡ് ഡയമീറ്റർ അളക്കാം, ഡെപ്ത് അളക്കാം, വോളിയം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? ഒരു വെർനിയർ കാലിപ്പർ വെച്ച് നോർമലി അളക്കാറില്ല. ഓക്കെ, അപ്പം നമുക്കറിയാം വെർനിയർ കാലിപ്പർ VC എന്ന് വന്നു കഴിഞ്ഞാൽ നോർമലി ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 mm ആണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഇതിന്റെ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്നുള്ളതാണ്. 1 mm ആണ്. കൂടുതലും ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആൾക്കാർ തെറ്റിക്കും. കാരണം 0.5 ആൻസർ വരുമ്പോൾ വെർനിയർ കാലിപ്പറിന്റെ മെയിൻ സ്കെയിലിലെ സ്മോളസ്റ്റ് ഡിവിഷൻ എത്രയാണ്? 1 ആണെന്ന് ഓർത്തിരിക്കുക. ലീസ്റ്റ് കൗണ്ട് ഒരു MSD - VSD ചെയ്ത് നമുക്ക് കിട്ടും. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതിൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ 50 എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ ഈ 50 മാറ്റി തരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആസ്പെക്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നത് 0.02 mm ആണ്. ഇത് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which part of a micrometer is used to measure the main scale reading? Which part of a micrometer is used to measure the main scale reading?
ഏതാണ്? സ്പിൻഡിൽ, തിമ്പിൾ, ആൻവിൽ, ബാരൽ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? മെയിൻ സ്കെയിൽ റീഡിംഗ് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ എന്നാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? തിമ്പിൾ ഈസ് ദ റൈറ്റ് ആൻസർ. In a metric micrometer, how many millimeters are typically represented by one complete rotation of the thimble? Okay, അപ്പോൾ 0.1 mm ആണ്. പക്ഷെ ഇത് അങ്ങനെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഏറ്റവും കൂടുതൽ ഒരു മൈക്രോമീറ്ററിൽ നിന്ന് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കിംഗ് പ്രിൻസിപ്പിളുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ദ മൈക്രോമീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സ്ക്രൂ ആൻഡ് നെറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിച്ച് ഓഫ് ദ സ്ക്രൂ, അത് ഈ സ്ക്രൂ ആൻഡ് നെറ്റ് ആയതുകൊണ്ട് തന്നെ ലോങ്ങിറ്റ്യൂഡൽ മൂവ് ഓഫ് സ്പിൻഡിൽ ഡ്യൂറിംഗ് വൺ റൊട്ടേഷൻ അറിയപ്പെടുന്ന പേരാണ് പിച്ച് ഓഫ് സ്ക്രൂ എന്ന് പറയുന്നത്. ഇവിടെ പിച്ചും ലേഡും എന്താണ്? സെയിം ആണ്. 0.5 mm തന്നെയാണ് നമ്മൾ നോർമലി എന്തിൽ കൊടുക്കുക? മെട്രിക് മൈക്രോമീറ്ററിൽ കൊടുക്കുക. പിന്നീട് വരുന്നത് ഇതിന്റെ ആക്യുറസി ആണ്. 0.01 mm ആണ് ഓർത്തിരിക്കുക. ഓക്കെ, ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സ്പിൻഡിൽ ഡ്യൂറിംഗ് വൺ റൊട്ടേഷൻ ഓഫ് ദ തിമ്പിൾ എന്ന് പറയുന്നത് 0.5 mm ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇൻ എ മെട്രിക് മൈക്രോമീറ്റർ ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ടിപ്പിക്കലി റെപ്രസെന്റഡ് ബൈ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദി തിമ്പിൾ എന്നുള്ളതാണ്. അവിടെ 0.1 mm ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഈ ഒരു ഏരിയ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ലീഡ് പിച്ചും സെയിം ആണ്. 0.5 mm ആണ്. നേരിട്ട് ലീഡിന്റെ ഡെഫിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ആൻസർ കൊടുത്താൽ മതി. പിന്നീട് മൂവ്മെന്റ് ഓഫ് ദ വൺ ഡിവിഷൻ ഓഫ് ദ തിമ്പിൾ, അതായത് മീൻസ് ലൈക്ക് ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.01 mm ആണെന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ടെലിസ്കോപ്പിക് ഗേജ്? ഇത് ഒരു മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. കാരണം നമ്മുടെ സിലബസിലായാലും എടുത്തു പറഞ്ഞിട്ടുള്ള ഏരിയ ആണ് ടെലിസ്കോപ്പിക് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: മെഷറിംഗ് ഇന്റേണൽ, മെഷറിംഗ് എക്സ്റ്റേണൽ ഡയമീറ്റർ, മെഷറിംഗ് ഡെപ്ത്, മെഷറിംഗ് ആംഗിൾ. ഒരു സംശയം വേണ്ട, മെഷറിംഗ് ഇന്റേണൽ ഡയമീറ്റേഴ്സ് എന്നുള്ളതാണ് ആൻസർ. ഇത് ഫ്രം ദി ഫിഗർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വേറെ രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് ഗേജ് യൂസ് ടു മെഷറിംഗ് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ ബോർ എന്ന് ചോദിക്കാം. അവിടെ എന്താണ് വരിക? ടാപ്പർ പ്ലഗ് ഗേജ് അല്ല, ബാരോമീറ്റർ അല്ല, സ്ക്രൂ പിച്ച് ഗേജ് അല്ല. ഏതാണ്? ടെലിസ്കോപ്പിക് ഗേജ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് കോണ്ടാക്ട് പോയിന്റ്സ് required for accurate measurement with the bore dial gauge? ഓക്കെ, ഇതാണ് ബോർ ഡയൽ ഗേജ് എന്ന് പറയുന്നത്. ഈ ബോർ ഡയൽ ഗേജില് എത്ര പോയിന്റുകൾ, കോണ്ടാക്ട് പോയിന്റുകൾ വേണമെന്നുള്ളതാണ്. എന്നാലും 2 കോണ്ടാക്ട് പോയിന്റുകൾ നിർബന്ധമായിട്ടും വേണമെന്ന് ഓർത്തിരിക്കുക. accurately measure the internal diameter of a hole or bore with a bore dial gauge, a minimum of 2 contact points. Okay, these 2 points establish a reference dimension. When the gauge is inserted into a bore, the difference between the gauge reading and the reference dimension indicate the bore size accurately. Clear? വേറെ ഒന്നുമില്ല. ഇനീഷ്യലി നമ്മൾ ഒരു പ്രൈമറി ഡയമെൻഷൻ എടുക്കും. പിന്നീട് നമ്മൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ആക്യുറസിയിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ടു മെഷർ എക്സ്റ്റേണൽ ഡയമെൻഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ ടു മെഷർ ദ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ഹോൾ ഓർ ബോർ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടു മെഷർ ആംഗുലാർ ഡീവിയേഷൻസ് ആൻഡ് സർഫേസ് പാറ്റേൺസ്, ഓപ്ഷൻ ഡി ടു മെഷർ ടെമ്പറേച്ചർ. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ? ടു മെഷർ എക്സ്റ്റേണൽ ഡയമെൻഷൻ ഒരു ടെസ്റ്റ് ഇൻഡിക്കേറ്ററിന്റെ ഉദ്ദേശമല്ല. ടു മെഷർ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ഹോൾ ഓർ ബോർ അതും അല്ല. ടു മെഷർ ആംഗുലാർ ഡീവിയേഷൻ, സർഫേസ് പാറ്റേൺസ്, ഇതാണ് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. എന്തായാലും ടെമ്പറേച്ചർ മെഷർ ചെയ്യില്ല എന്ന് ഈ ഓപ്ഷൻ ഒക്കെ അപ്പൊ തന്നെ കട്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ അശ്രദ്ധ കൊണ്ട് മാത്രമേ തെറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തെറ്റില്ല. പിന്നെ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് റൺഔട്ട് മെഷർമെന്റിനോട് യൂസ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. റൺഔട്ട് മെഷർമെന്റ്, സർഫേസിന്റെ ഫ്ലാറ്റ്നസ്, അലൈൻമെന്റ് ചെക്കിങ്, പാരലിസം ചെക്കിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീലർ ഗേജസ് ആർ പ്രൈമറിലി യൂസ്ഡ് ടു എൻഷുർ പ്രോപ്പർ. ഒന്നാമത്തെ ഓപ്ഷൻ സർഫേസ് റഫ്നെസ്, എന്തായാലും അല്ല. ലൂബ്രിക്കേഷൻ അല്ല. മെറ്റീരിയൽ ഹാർഡ്നെസ് അല്ല. ക്ലിയറൻസ് ഓർ ഗ്യാപ് സെറ്റിംഗ് എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫീലർ ഗേജ്. നേരെ തിരിച്ചും ചോദിക്കാം. അതായത് ക്ലിയറൻസ് ആൻഡ് ഗ്യാപ് സെറ്റിംഗ്സിന് വേണ്ടി ഏത് ഗേജ് യൂസ് ചെയ്യാം? അപ്പോൾ ഏതൊക്കെ 4 ഗേജിന്റെ പേര് വരും? എന്താണ്? വേറെ സംശയമൊന്നുമില്ല, ഫീലർ ഗേജ്. സ്ഥിരമായിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, ഇതൊരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്യുന്ന ചോദ്യവും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗേജ് യൂസിംഗ് ഫോർ ദ ലീക്ക് ചെക്കിംഗ് ഇൻ എഞ്ചിൻ സിലിണ്ടർ ആൻഡ് അതർ സിസ്റ്റം. ഗേജ് യൂസിംഗ് ഫോർ ദ ലീക്ക് ചെക്കിംഗ്. ലീക്ക് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് തെർമോമീറ്റർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഫീലർ ഗേജ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ടെലിസ്കോപ്പിക് ഗേജ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് 3 നമ്മൾ ഓൾറെഡി അറിയാം. വാക്വം ഗേജ് ആണ് നമ്മളോട് യൂസ് ചെയ്യുക. കാരണം ഇവിടെ വാക്വം ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വം ലെവലിൽ ഡിഫറൻസ് വരുന്നതിനനുസരിച്ചുള്ള ചേഞ്ച് നമുക്ക് ഇവിടെ
ലീക്കിന് കറസ്പോണ്ടിങ് ആണോ വാക്വം ചേഞ്ച് ഉണ്ടാകുന്ന കണ്ടെത്തിയിട്ടാണ് എന്ത് ചെയ്യുക വാക്വം ഗേജിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Okay, vacuum gauges are used to determine the pressure below atmospheric pressure, that is absence or addition of gases in a closed environment. Vacuum gauges can help identify leak in vacuum system by measuring pressure changes over time. Okay, ഇത്രയേ ഉള്ളൂ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ്, അതായത് എക്സാക്ട്ലി എന്നാണ് നമ്മൾ ഒരു ഔട്ടർ വേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഇടുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് സെക്ഷൻസിന് വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷനിലെ ക്ലാസ്സസ് റെഫർ ചെയ്യാം. അതിനുശേഷം അപ്പൊ ഇതിൽ ഡൗട്ട് ഒക്കെ വന്നെങ്കിൽ നിങ്ങൾ നേരെ കയറി അതിൽ നോട്ടും അതുപോലെ തന്നെ ക്ലാസ്സസും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോയാൽ മതി. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ഫിറ്റിംഗ് നാളത്തെ സെക്ഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ബൈ ടുഡേ ഇറ്റ് സെൽഫ് സേഫ്റ്റിന്റെ ക്ലാസ്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അത് തൽക്കാലം ബൈ, ടേക്ക് കെയർ.